Hello my dear friends, welcome to my YouTube channel Haru and Tanu. ഇന്ന് നമ്മൾ നല്ല പെടക്കണ വരാൽ കൊണ്ട് തേങ്ങാപ്പാൽ കറിയാണ് തയ്യാറാക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വരാൽ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. വരാലിൻ്റെ ക്ലീനിങ്ങും അതിനൊപ്പം തന്നെ കുക്കിങ്ങുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എന്തൊക്കെയൊക്കെ ഡൗട്ട്സാ കണ്ടോ പാവം മോളെ ഇതിങ്ങനെ വരാൻ ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് ചാവില്ല പിന്നെ പെടക്ക എന്തില്ലേടാ വന്നെ എന്തോ പറയാം ഇത് പിള്ളേർക്ക് വറുത്ത് കൊടുക്കാനൊക്കെ ആരോഗ്യത്തിനൊക്കെ നല്ലതല്ലേ. പിന്നെ ഏറ്റവും ആട്ടുസൂപ്പിന് ആട്ടിറച്ചിലൊന്നും ഇല്ലല്ലേ കിട്ടാൻ പാടാ മോനെ. അതെ, ഇന്ന് നമ്മൾ 1 കിലോ വരാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്യുന്നതിന് മുൻപായിട്ട് 1 കിലോ ഉണ്ട്. മണ്ണിട്ടാണ് ഇത് ക്ലീൻ ചെയ്യണല്ലേ, മുറിക്കാൻ പറ്റുള്ളൂ. മണ്ണ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ വഴുക്കി പോകും. ഇങ്ങനെ ചെത്തണം, ചെത്തി കഴിയുമ്പോൾ നമുക്ക് കഴുകും. ഡൗട്ട്സ് തീരില്ല, അവന് കുറെ ഡൗട്ട്സ് ആയിരിക്കും. വരാൽ ക്ലീൻ ചെയ്യുന്നത് മണ്ണ് കയ്യിൽ തൊട്ടിട്ട് ആ വരാൽ പിടിച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ വരാൽ പെട്ടെന്ന് തന്നെ തെന്നിപ്പോവും നമ്മുടെ കയ്യിൽ നിന്ന്. വരാലിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് സാധാരണ കുക്ക് ചെയ്യാറുള്ളത്. നമ്മളും ഇവിടെ തൊലി കളഞ്ഞിട്ടാണ് കുക്ക് ചെയ്യുന്നത്. വരാൽ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. ധാരാളമായിട്ട് പ്രോട്ടീൻസ് ഒക്കെ ഉള്ള ഒരു ഫിഷാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന മീനായതുകൊണ്ട് തന്നെ അധികം പെസ്റ്റിസൈഡ്സ് ഒന്നും അതിന് അടങ്ങിയിട്ടുണ്ടാവില്ല. നമ്മൾ സാധാരണ മറ്റ് മീനുകളൊക്കെ വാങ്ങുമ്പം ധാരാളം വിഷാംശങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷേ വരാലിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ മീൻ കറി ഉണ്ടാക്കി കഴിക്കുന്നതാണ് കുറച്ചും കൂടുതൽ ഹെൽത്തി എന്നാണ് പറയാറുള്ളത്, വറുത്ത് കഴിക്കുന്നതിനേക്കാൾ. അതുകൊണ്ട് നമ്മളിന്ന് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തേങ്ങാപ്പാൽ മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലുള്ള കുളത്തിലൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്ന ഒരു മീനായിരുന്നു പിലോപ്പിയും അതുപോലെ തന്നെ ഈ ഒരു വരാലും ഒക്കെ. അതുകൊണ്ട് നമുക്ക് കുളം തേവിക്കുന്ന സമയത്തൊക്കെ ധാരാളമായിട്ട് പിലോപ്പിയും വരാലും ഒക്കെ കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. വളരെ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് വരാൽ കറി വെച്ച് കൊടുക്കും പണ്ടൊക്കെ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്പ് മുറിഞ്ഞോഴ കോട്ടയ്ക്ക് വരും. അതിന്റെ മേത്ത് ഉറക്കത്തിന് നേരെ എണീറ്റ് ഇങ്ങനെ വന്നേക്കും. നമുക്ക് പല്ലൊക്കെ തേക്കാൻ പോവാ. ഇന്നല്ലോ അമ്മ പിടിച്ചിട്ടുണ്ടല്ലോ. എന്താ കാണിക്കണ കാന്താരി മുളക് മറിക്കാം നമുക്ക് മീൻകറി തയ്യാറാക്കാനായിട്ട്. വരാല് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പാല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയുള്ളി ഒരു 10 എണ്ണം ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പറിച്ചെടുത്ത കാന്താരി മുളകുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വരാല് തേങ്ങാപ്പാൽ കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇഞ്ചി ചെറിയുള്ളി ചേർക്കാം. അതിനോടൊപ്പം തന്നെ കാന്താരി മുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം.
2 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർക്കാം. ഇതുപോലെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മുളക് പൊടി ചേർക്കാം. നമ്മൾ കാന്താരി മുളക് ചേർത്തിട്ടുണ്ട്, എന്നാലും നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ മൂത്ത് നല്ലൊരു വാസന വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയുടെ പാല് ചേർത്ത് കൊടുക്കാം. മൂന്ന് വലിയ കഷ്ണം കൊടമ്പുളി ഉണ്ട്. നമുക്കിത് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് കൊടമ്പുളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഈ തേങ്ങാപ്പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കറി ഇത് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് മീൻ വേവിക്കാനായിട്ട് വയ്ക്കാം. മീൻ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി സ്പൂണിട്ട് ഇളക്കാതെ നമുക്കൊരു തുണി കൊണ്ട് ഇതുപോലെ പിടിച്ചിട്ട് ചട്ടി ചുറ്റിച്ച് കൊടുക്കാം. മീൻകറി ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മീൻകറി റെഡിയാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പിറ്റേ ദിവസത്തേക്കാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്ക് എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ അടിപൊളി മീൻകറി റെഡിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. മീനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. നന്നായിട്ട് എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.